ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹ വന്ദനം. ദൈവം നിർത്തിയ ആ വലിയ കൃപയെ ഓർത്ത് നന്ദി പറഞ്ഞ് ജീവിപ്പാൻ ഈ ഒരു ദിവസവും നമുക്ക് പ്രാർത്ഥനാപൂർവം പ്രയോജനപ്പെടുത്താം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. യു ഡിഡ് നോട്ട് ചൂസ് മീ, ബട്ട് ഐ ചൂസ് യു ആൻഡ് അപ്പോയിൻറ്റഡ് യു ദാറ്റ് യു വുഡ് ഗോ ആൻഡ് ബിയർ ഫ്രൂട്ട്, ആൻഡ് ദാറ്റ് യുവർ ഫ്രൂട്ട് would remain, so that whatever you ask of the Father in my name, he may give to you. പ്രിയമുള്ളവരെ, ഏറ്റവും അർത്ഥവത്തായ ഒരു തിരുവചനമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. 2026 ആരംഭമാസത്തിൽ പ്രവേശിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ഒരു വർഷക്കാലം നിലനിൽക്കുവാനും ജീവിപ്പാനും ദൈവത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കേണ്ടവരുമാണ്. അപ്പോൾ ഈ ഒരു തിരുവചനം ജീവിതത്തിൽ ഓർത്തിരിക്കുന്നത് ഏറെ നന്നാണ്. ഈ ഭാഗത്ത് 4 കാര്യങ്ങളാണ് പരമപ്രധാനമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 1, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. 2, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും. 3, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. 4, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും തരുവാനായിട്ട് തന്നെ. അപ്പോൾ ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. യു ഡിഡ് നോട്ട് ചൂസ് മീ, ബട്ട് ഐ ചൂസ് യു ആൻഡ് അപ്പോയിൻറ്റഡ്. അപ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല. അപ്പോൾ ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്ന പൊരുളെന്ന് പറയുന്നത്, നാം ദൈവത്തെ തിരഞ്ഞെടുത്തു എന്നല്ല. നമ്മുടെ തിരഞ്ഞെടുപ്പുകളും ഇഷ്ടങ്ങളും ഒക്കെയും പലപ്പോഴും നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. സാഹചര്യങ്ങൾക്ക്, സന്ദർഭങ്ങൾക്ക്, അവസരങ്ങൾക്കൊത്ത്, പ്രവർത്തനങ്ങൾക്കൊത്ത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകൾക്കൊത്ത് ഈ തിരഞ്ഞെടുപ്പിനെ മാറ്റിവെക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്കൊരിക്കലും ദൈവത്തിൽ നിന്ന് അകലം പാലിക്കാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ ഏതു സ്ഥാനത്തും, അത് കഷ്ടതയായാലും ദാരിദ്ര്യമായാലും ഉയർച്ചയായാലും സന്തോഷമായാലും ഒരുപാട് ഔന്നത്യങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുമ്പോഴും ദൈവത്തെ മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയില്ല. കാരണം തിരഞ്ഞെടുത്തിരിക്കുന്ന ആരാണ്? ദൈവമാണ്. പ്രപഞ്ച സൃഷ്ടാവായ നമ്മുടെ ഉടയതമ്പുരാനാണ്. അപ്പോൾ നാം തിരഞ്ഞെടുത്തുവെങ്കിൽ നമുക്ക് സാഹചര്യങ്ങൾക്ക്, സന്ദർഭങ്ങൾക്ക്, അവസരങ്ങൾക്കൊത്തും കർത്താവിൽ നിന്ന് അകലം പാലിക്കാനും ഈ കർത്താവിനെ മാറ്റി വയ്ക്കപ്പെടുവാനും നമുക്ക് കഴിയില്ല. അതിൽ ചോദ്യങ്ങൾ നമുക്ക് ഉയരില്ല. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് അകലം പാലിച്ചാൽ ഒരു ചോദ്യം നമുക്കുണ്ടാകും. നീ എവിടെ എന്നൊരു ചോദ്യം നമുക്ക് അതിനകത്ത് ധ്വനിക്കുന്നുണ്ട്. അപ്പം നാം തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല, ആ ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുകയില്ല. പക്ഷെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് നീ എവിടെ എന്നൊരു ചോദ്യം അതിനകത്ത് ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ദൈവമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും അകലം പാലിക്കേണ്ടവരല്ല എന്നൊരു ബോധ്യം കൂടെ ഈ തിരഞ്ഞെടുപ്പെന്ന പ്രക്രിയയ്ക്കുള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? എഫേസ്യ ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ, ആകയാൽ പ്രിയമക്കളാകുവാൻ ദൈവം എത്രയധികം സ്നേഹം നൽകി നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം പറയുന്നു, നിങ്ങൾ എനിക്കൊരു വിശുദ്ധ ജനമാണ്, ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങളെ അധികം സ്നേഹിച്ച് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ദൈവിക തിരഞ്ഞെടുപ്പിന്റെ ഔന്നത്യത്തെക്കുറിച്ച് അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അവിടെ പറയുന്നത്, നിങ്ങൾ ഈ ഭൂമിക്ക് അനുഗ്രഹമായി തീരാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നാൽ ഒരു വലിയൊരു ജാതി ഉണ്ടാകും, നിന്റെ പേർ വലുതാകും, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സമുദ്രത്തിലെ മൽത്തരികളെ പോലെയൊക്കെയും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഇഹത്തിലും പരത്തിലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ, ഈ ഭൂമിക്ക് നമ്മൾ അനുഗ്രഹമാകാൻ, ഈ ഭൂമിക്ക് ഭാരമാകാനല്ല, കർത്താവിന് ഭാരമായി ജീവിക്കാനല്ല, ഈ ഭൂമിക്ക് അനുഗ്രഹമായി തീരാൻ. അതിന് നിങ്ങളുടെ ഭൂമിക്ക് ഉപ്പായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. യു ആർ ദ സാൾട്ട് ഓഫ് ദ എർത്ത്. ഉപ്പ് ലയിച്ചു ചേരുന്ന അനുഭവമാണ്, മരുന്നിൻ്റെ പ്രതീകമാണ്, സംരക്ഷണം നൽകുന്നതാണ്. കാരം നഷ്ടപ്പെട്ട ഉപ്പല്ല, കാരം നിലനിർത്തുന്ന ഒരു ഉപ്പായിട്ട് മറ്റുള്ളവർക്ക്, ദൈവരാജ്യത്തിനും ഈ ഭൂതലത്തിലും അനുഗ്രഹീതമായ ഒരു വ്യക്തിത്വമായിട്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. 2,
നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് ലോകത്തിന്റെ വെളിച്ചമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അപ്പോൾ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും, നമ്മെ വെളിച്ചമാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തെ ചിന്തകളാലും വാക്കിനാലും പ്രവൃത്തിയാലും ഇരുട്ടാക്കി തീർക്കാനല്ല നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇരുട്ടിൽ ജീവിക്കാനല്ല, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകാനല്ല. ശാസിക്കും തോറും ആ വെളിച്ചത്തിലേക്ക് വരുവാനുള്ള ബോധം നമുക്ക് ലഭിക്കുന്നു. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിന്റെ വെളിച്ചമായി ജീവിക്കാനാണ്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് തണ്ടിന്മേലിൽ ആണ് നമ്മൾ വയ്ക്കേണ്ടത്, പറയും കീഴല്ല. ദൈവം നമ്മിൽ തെളിയിച്ചിരിക്കുന്ന ക്രിസ്തു എന്ന വെളിച്ചം തെളിയിച്ച് നമ്മൾ പറയും കീഴിൽ വലിച്ച് ഇരുട്ടിലേക്ക് മറയുകയല്ല. ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ നമ്മൾ കൂട്ടാളികളായി ജീവിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രിയമുള്ള വെളിച്ചത്തിന്റെ മക്കളായി വെളിച്ചം മറ്റുള്ളവർക്ക് നൽകി കൊടുക്കുവാനും ക്രിസ്തുവിന്റെ ഒരു വെളിച്ചത്തിന്റെ പ്രതിനിധികളായി ജീവിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. 3 എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതിന് ഞാൻ നശിപ്പിക്കും. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ ജീവൻ തുടിക്കുന്ന മന്ദിരങ്ങളാണ്. അശുദ്ധിയുടെ അഴുക്കിന്റെ മന്ദിരമല്ല, അനീതിയുടെ മന്ദിരമല്ല, അക്രമത്തിന്റെ മന്ദിരമല്ല. ദൈവത്തിന്റെ ജീവൻ തുടിക്കുന്ന, പരിശുദ്ധാത്മാവെന്ന ജീവൻ തുടിക്കുന്ന മന്ദിരമാണ് ഞാനും നിങ്ങളും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രധാനമാണ് നാം ദൈവത്തിന്റെ മന്ദിരമാണെന്നുള്ളൊരു ബോധ്യം. അതിന് ആ ഒരു ബോധ്യമുള്ളവർക്ക് അതിൽ അക്രമവാസനയോ അശുദ്ധിക്കോ അനീതിക്കോ അധർമ്മത്തിനോ ഒന്നും അതിനകത്ത് കാര്യമേ ഇല്ല. അപ്പോൾ ദൈവത്തിന്റെ മന്ദിരമായി തീരുക എന്നുള്ളതാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം. അതാണ് പറയുന്നത്, നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നല്ല. ഇപ്പോൾ നാം തിരഞ്ഞെടുത്താൽ ഇതൊക്കെ നമുക്ക് മാറ്റി മറിക്കാം. നമുക്ക് ചിലപ്പോൾ ഭൂമിയുടെ ഉപ്പല്ലാതായി ജീവിക്കാം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് ഇരുട്ടായി ജീവിക്കാം. നമുക്ക് ദൈവത്തിന്റെ മന്ദിരമല്ലാതെ ജീവിക്കാം. കാരണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് ഈ 3 കാര്യങ്ങൾക്ക് നമുക്ക് ഒരു വലിയൊരു പ്രാതിനിധ്യമുണ്ട്, ഇൻവോൾവ് ഉണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ അർത്ഥവത്തായ ഒരു ജീവിതം നമ്മൾ നയിക്കാനായിട്ട് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം. ആ തിരഞ്ഞെടുപ്പ് നമ്മൾ മറന്നു പോകരുത്. അതിൻ്റെ ഉദ്ദേശശുദ്ധി നമ്മൾ മറന്നു പോകരുത്. ആ ഒരു ദർശനത്തിൽ നിന്ന് അകലം പാലിച്ച് ജീവിക്കരുത്. അത് കുറച്ചുകൂടെ പുതുക്കി ഉത്തമമായിട്ട് ജീവിക്കുവാൻ, ഉത്തമ ബോധ്യങ്ങളുമായി ജീവിക്കുവാൻ, ദൈവിക മഹത്വത്തിന് അനുരൂപപ്പെട്ട് ജീവിപ്പാൻ, നമ്മുടെ തിരഞ്ഞെടുപ്പിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ.